ബിനാൻസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ആദ്യം തന്നെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫണ്ട് നേരെ സ്പോട്ട് വാലറ്റിലായിരിക്കും പോയി കിടക്കുക. അപ്പോൾ നമുക്ക് അതിനായിട്ട് പ്രൊഫൈൽ ഐക്കണിൽ തൊട്ടടുത്തുള്ള വാലറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ശേഷം ഓവർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് എവിടെയാണോ കിടക്കുന്നത് നോക്കുക. ഞാൻ നോക്കുമ്പോൾ സ്പോട്ട് വാലറ്റിലാണ് എൻ്റെ ഫണ്ട് കിടക്കുന്നത്. അതെ, ഒരു $143 സ്പോട്ട് വാലറ്റിലാണ്. എനിക്കിവിടെ ചെയ്യേണ്ടത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ സ്പോട്ട് വാലറ്റിലുള്ള ഫണ്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഫ്യൂച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ട് ഫ്യൂച്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സ്പോട്ട് വാലറ്റിലാണ് എൻ്റെ ഫണ്ട് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സ്പോട്ട് ഫ്രമിൻ്റെ അവിടെ സ്പോട്ട് വാലറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഏതിലേക്കാണ് ഫണ്ട് മാറ്റേണ്ടത്? ഫ്യൂച്ചറിലേക്ക് അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ എന്ന് നമ്മൾ 2ൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഏത് കോയിനിലാണോ നമ്മുടെ എമൗണ്ട് ഉള്ളത്, എൻ്റെ ഇപ്പോൾ USDTയിലാണ് കിടക്കുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ USDT വേണം സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെയും മിക്കവാറും USDT തന്നെയായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ USDT സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ എല്ലാ എമൗണ്ടും ഫ്യൂച്ചറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ മാക്സ് എന്ന് കൊടുത്താൽ എനിക്ക് എല്ലാ എമൗണ്ടും ഫ്യൂച്ചറിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന്, എമൗണ്ട് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം ഞാൻ ഇവിടെ മാക്സ് തന്നെയാണ് കൊടുക്കുന്നത്. മാക്സിന് അതിനുശേഷം കൺഫേം ചെയ്താൽ നമ്മുടെ ഫണ്ട് നേരെ ഫ്യൂച്ചറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് $132 നമുക്കിപ്പോൾ ഫ്യൂച്ചർ വാലറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ഫ്യൂച്ചേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് USDT M ഫ്യൂച്ചേഴ്സ് എന്നും കോയിൻ M ഫ്യൂച്ചേഴ്സ് എന്നും കാണാം. സോ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന പിയാനിൽ USDTയിൽ കാണണമെങ്കിൽ സോ നിങ്ങൾക്ക് USDT M സെലക്ട് ചെയ്യാം. ഇനി കോയിനിലാണ് കാണേണ്ടതെങ്കിൽ കോയിൻ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്കൊരു $10 പ്രോഫിറ്റ് കിട്ടിയാൽ ആ $10 ഈക്വൽ ആയിട്ടുള്ള എതേറിയം ആയിരിക്കും നിങ്ങൾക്ക് പിയാനിൽ കാണാനായിട്ട് സാധിക്കുക. സോ നിങ്ങൾ കൂടുതലും USDT M ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. USDT M ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ചാർട്ട് കാര്യങ്ങളും അതുപോലെ തന്നെ ഓർഡർ പാനൽ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്കിവിടെ ഏത് കോയിനിലാണോ ട്രേഡ് എടുക്കേണ്ടത് ആ ഒരു കോയിൻ സെലക്ട് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കോയിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ആരോ കാണാനായിട്ട് സാധിക്കും അല്ലേ. ആ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് കോയിനാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്ന കോയിൻ എതേറിയാണ്. സോ എതേറിയം ക്ലിക്ക് ചെയ്തു. എതേറിയം ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ചാർട്ട് കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് നമുക്കിതിലൊരു ബൈ ആൻഡ് സെല്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓർഡർ പാനലിലേക്ക് വരിക. നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ ക്രോസ് മാർജിൻ എന്ന് കാണാം അല്ലേ. സോ ഇതൊരു മാർജിൻ മോഡാണ്. എന്താണ് ഈ ഒരു മാർജിൻ മോഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ ക്രോസ് എന്നും ഐസൊലേറ്റഡ് എന്നും കാണാം. സോ ഈ ഒരു ക്രോസ് മാർജിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു $1000 ഉണ്ട്. ഈ ഒരു $1000 ഞാൻ ട്രേഡ് എടുക്കാനായിട്ട് ഒരു $100 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എങ്കിലും എൻ്റെ ഈ $1000 ഒരു റിസ്ക് ആണ്. അതായത് ഇപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് ഉള്ള ക്യാപിറ്റൽ തീരുന്ന വരെ ആ ഒരു പൊസിഷൻ റൺ ആവുന്നതാണ്. ഞാനിവിടെ ഐസൊലേറ്റഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ ഇതിലും ഒരു $1000 ക്യാപിറ്റൽ ഉണ്ട്. ഞാനിവിടെ $100 മാത്രമാണ് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എനിക്ക് നഷ്ടം വരികയാണെങ്കിൽ ഈ ഒരു $100 മാത്രമേ എനിക്കിവിടെ നഷ്ടമാവത്തുള്ളൂ. സോ അതാണ് ഐസൊലേറ്റഡ് മാർജിൻ മോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതലും ഐസൊലേറ്റഡ് മാർജിൻ മോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അടുത്തതായിട്ട് ലിവറേജ് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അടുത്തുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് ഇവിടെ ലിവറേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മാക്സിമം കുറഞ്ഞ ലിവറേജ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ 30x ലിവറേജ് ആണ് ഞാൻ കൊടുക്കുന്നത്. സോ 30x ലിവറേജ് കൊടുത്തതിന് ശേഷം അടിയിലായിട്ട് ലിമിറ്റ് ഓർഡർ എന്നും മാർക്കറ്റ് ഓർഡർ എന്നും ഓപ്ഷൻ കാണാം. ഈ ലിമിറ്റ് ഓർഡർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രൈസിൽ വെച്ചാണോ നമുക്ക് ബൈ ചെയ്യേണ്ടത് ആ പ്രൈസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് ഏത് പ്രൈസിലാണോ റൺ ചെയ്യുന്നത് ആ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ ഒരു മാർക്കറ്റ് ഓർഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ലിമിറ്റ് ഓർഡറാണ് സെലക്ട് ചെയ്യുന്നത്. സോ ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്തതിന് ശേഷം അടിയിലായിട്ട് ഏത് പ്രൈസിലാണ് ഞാൻ ബൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 1663-ലാണ്. എനിക്ക് 1662 വന്ന ബൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 1662 ടൈപ്പ് ചെയ്യാം. സോ 1662 പോയി എൻ്റെ ലിമിറ്റ് ഓർഡർ കിടക്കുന്നതാണ്. സോ അതിനുശേഷം സൈസിൽ പോയിട്ട് എൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ എനിക്ക് ക്വാണ്ടിറ്റി വേണ്ടത് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഞാനിവിടെ 0.5 എതേറിയാണ് ഞാൻ മേടിക്കുന്നത്. ഒരു എതേറിയത്തിൻ്റെ പകുതിയായിട്ടാണ് ഞാനിവിടെ മേടിക്കുന്നത്. സോ അതിൻ്റെ തൊട്ടടിയിൽ നിങ്ങൾക്ക് കാണാം TP ആൻഡ് SL എന്ന് അല്ലേ. സോ ഇവിടെ ഈ ഒരു ബോക്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ SLും TPയും സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് വരുന്നതാണ്. TP ആയിട്ട് ഞാനിവിടെ ഒരു 1672 എന്നും
സോ SL ആയിട്ട് 1655 എന്ന് ഞാൻ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. സോ അതിനുശേഷം അതിൻ്റെ അടിയിൽ ബൈ ലോങ് എന്ന് കാണാം അല്ലേ. സോ ഞാനിവിടെ ബൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ ബൈ ലോങ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. സോ അതിനുശേഷം വരുന്ന പോപ്പപ്പിൽ നമുക്ക് ജസ്റ്റ് കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യാം. കൺഫേം ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ എൻട്രി ഇവിടെ പ്ലേസ് ആവുന്നതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഓർഡേഴ്സിലാണ് എൻ്റെ എൻട്രി കിടക്കുന്നത്. സോ ഇത് ഞാൻ ലിമിറ്റ് ഓർഡറിൽ എടുത്തതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ഓർഡേഴ്സിൽ വന്ന് കിടക്കുന്നത്. ഇനി എപ്പോഴാണോ ഞാൻ പറഞ്ഞ പ്രൈസിലേക്ക് മാർക്കറ്റ് വരുന്നത് അപ്പോഴായിരിക്കും എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ആവുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി അതുപോലെ തന്നെ SL കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബൈ ലോങ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻട്രി എക്സിക്യൂട്ട് ആവുന്നതാണ്. സോ ഇനിയിപ്പോൾ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ എൻട്രി ഇവിടെ എക്സിക്യൂട്ട് ആയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആ പൊസിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ മാർക്കറ്റ് ക്ലോസ് ഓൾ എന്ന് കാണാം അല്ലേ. അതിൻ്റെ താഴെ തന്നെ മാർക്കറ്റ് എന്നും ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമ്മുടെ പൊസിഷൻ ക്ലോസ് ആവുന്നതാണ്. ഇനി ലിമിറ്റ് ഓർഡറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പ്രൈസിലാണോ ക്ലോസ് ചെയ്യേണ്ടത് ആ പ്രൈസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മാർക്കറ്റിൽ തന്നെ ക്ലോസ് ചെയ്യുകയാണ് പൊസിഷൻ. എൻ്റെ പൊസിഷൻ ഇവിടെ ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിനാൻസിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കൊരു ഓപ്ഷൻ ട്രേഡ് എടുക്കേണ്ടത് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് ആദ്യം തന്നെ ഫ്യൂച്ചർ വാലറ്റിൽ നിന്നും ഓപ്ഷൻ വാലറ്റിലേക്ക് ഫണ്ട് മാറ്റേണ്ടതുണ്ട്. ഇതിനായിട്ട് നിങ്ങൾ വാലറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓവർവ്യൂ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ എൻ്റെ ഫണ്ട് കിടക്കുന്നത് ഫ്യൂച്ചേഴ്സിലാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻസിലേക്കാണ് അത് കൊണ്ടുവരേണ്ടത്. ഞാനിവിടെ ഓപ്ഷൻസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. സോ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഞാൻ സ്പോട്ടാണ് കിടക്കുന്നത്, എൻ്റെ ഫണ്ട് കിടക്കുന്നത് ഫ്യൂച്ചറിലും. അപ്പോൾ ഞാനിവിടെ ഫ്രമിൻ്റെ അവിടെ ഫ്യൂച്ചേഴ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാനായിട്ട്. സോ ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഏതിലേക്കാണ് ഫണ്ട് കൊണ്ടുവരേണ്ടത്, നമ്മൾ ഓപ്ഷൻസിലേക്കാണ് അല്ലേ. അപ്പോൾ അവിടെ ഓപ്ഷൻസ് എന്ന് വേണം കൊടുക്കാനായിട്ട്. സോ അതിനുശേഷം നമ്മൾ ഫണ്ട് ഏത് കോയിനിലാണോ ഉള്ളത് ആ കോയിൻ വേണം നമ്മളിവിടെ സെലക്ട് ചെയ്യാനായിട്ട്. സോ എൻ്റെ ഫണ്ട് USDTയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ USDT തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ അതിനുശേഷം എനിക്കിതിലേക്ക് എത്ര എമൗണ്ട് ആണ് മാറ്റേണ്ടതെന്ന് എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ മാക്സ് എന്ന് കൊടുക്കുകയാണ്. അതായത് എൻ്റെ എല്ലാ എമൗണ്ടും ഞാൻ ഓപ്ഷൻസ് വാലറ്റിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം കൺഫേം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ വാലറ്റിൽ നിന്നും ഓപ്ഷൻ വാലറ്റിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഫണ്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് കിടക്കാം. സോ അതിനായിട്ട് ഇവിടെ ഫ്യൂച്ചേഴ്സിൻ്റെ അവിടെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഓപ്ഷൻസ് എന്ന് കാണാം. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ BTCൻ്റെ ഓപ്ഷൻ ചെയിൻ കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഏതിലാണോ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യേണ്ടത് ആ ഒരു കോയിൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് BTCയിലും എതേറിയത്തിലും BNB, സൊലാനം, XRP, Dogecoin. സോ ഇതിലൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ചെയിൻ വരുന്നത്. സോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് എതേറിയാണ്. ഏതെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്ഷൻ ചെയിൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ ഏത് സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ എൻട്രി പാനൽ കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. സോ ഇവിടെ ബൈ സെൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഞാനിവിടെ ബൈ ആണ് എടുക്കുന്നത്. സോ അതിനുശേഷം അടിയിൽ നമുക്ക് ഏത് പ്രൈസിലാണ് ബൈ ചെയ്യേണ്ടത് ആ പ്രൈസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് $20. എനിക്കൊരു $19 വന്നാൽ ബൈ ആയാൽ മതി. അപ്പോൾ ഞാനിവിടെ $19 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് കോൺട്രാക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അടിയിൽ 1 കോൺട്രാക്റ്റ് ഇസ്കൽ ടു 1 എതേറിയം എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എതേറിയമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു എതേറിയം തന്നെ എടുക്കുകയാണ്. എനിക്ക് ഒരു എതേറിയം ബൈ ചെയ്യാനായിട്ട് ഇവിടെ $19 മതി. ആ ഒരു പ്രീമിയത്തിൻ്റെ എമൗണ്ട് മാത്രം എനിക്ക് പേ ചെയ്താൽ മതി. സോ അതിനുശേഷം അടിയിലുള്ള ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതിൽ കൺഫേം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻട്രി പ്ലേസ് ആയി കഴിഞ്ഞു. ഇനി താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ റൺ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ പൊസിഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ ഇവിടെ ക്ലോസ് ആവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ബിനാൻസിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നത്.